तारक मेहता का उल्टा चश्मा। 1 2 3 4 5 6 7 8 9 10 എല്ലാവരും ഒളിച്ചോ? ഞാൻ ദേ വരുന്നു. അത് ശരി, സോനു അവിടെ പതുങ്ങിയിരിക്കുക. ഇപ്പൊ കാണിച്ചു തരാം. പിടിച്ചേ. നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ ദയേ, എന്റെ ദയേ. സ്വപ്നവും കണ്ടുകൊണ്ട് ഡാൻസ് ചെയ്യുന്നൊന്നും നിർത്തിയിട്ട് നീ മെഴുകുതിരി ഒന്ന് കത്തിക്കടി. നമ്മളിവിടെ മെഴുകുതിരിയും കത്തിച്ചോണ്ട് കൈകൊട്ടിക്കളി കളിക്കാനല്ല വന്നത്. സൊസൈറ്റിയിൽ എങ്ങനെയാ കറണ്ട് പോയതെന്ന് കണ്ടുപിടിക്കാൻ വന്നിരിക്കുക. ദയാന്റിന്റെ ഉള്ളില് ഡാൻസ് കളിക്കുന്ന ഭൂതം കേറിയെന്നാ തോന്നുന്നേ. ചേടാ, ഈ കൊതുകിന്റെ ശല്യം കൊണ്ട് ഞാൻ ആകെ വശം കിട്ടിയിരിക്കുക. അമ്മാവന്റെ മൂക്കിന്റെ അറ്റത്ത് മൂക്കിൽ കയറി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. കൈ ഇപ്പൊ തലയിലാണ്. എന്നാ പിന്നെ ഇനി നമുക്ക് ഈ മെഴുകുതിരി വേണ്ട. എടോ ആന ഡോക്ടറെ, സൂക്ഷിച്ച്. നീ എന്തായി കാണിക്കുന്നേ? സോറി ചേട്ടാ. ആ ശരി, പോട്ടെ പോട്ടെ. എടോ വീട്, എന്റെ മെഴുകുതിരി എന്തിനാ നിങ്ങൾ ഊതിയാണത്? എന്തായാലും കറണ്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും പോയി ഉറങ്ങാം. എങ്കിൽ നാളെ കാണാം. ഇന്ന് ഞാനൊരു കുട്ടിക്കുറുമ്പ് ഒപ്പിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചതാ. ടപ്പുസേനയെ ഞാൻ ഇന്ന് തറ പറ്റിക്കും. ലോകം ഞാൻ ഇന്ന് തറ പറ്റിക്കേ. അയ്യോ, പിന്നെയും കറണ്ട് പോയല്ലോ. ഇവർക്കുള്ള പണി ഇതേ ഇപ്പൊ കൊടുക്കാം. ഇത് ഞാനാണ് ബോധം, ഡാൻസ് ബോധം. കുട്ടികളെല്ലാവരും ശരിക്കും പേടിച്ചെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ശരിക്കും പേടിച്ചു അല്ലേ? ഇനി എന്നോട് കളിക്കാൻ വരരുതേ. ഈ കൊച്ചു കാര്യത്തിനാണോ നിങ്ങൾ പേടിച്ചത്? എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇരുൾ നിറഞ്ഞ കുറ്റിക്കാട്ടിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയിട്ടുണ്ട്. അവിടെ പോയി ഒളിച്ചും കളിക്കും.
ഇന്നത്തെ കുട്ടികൾ ഒന്നിനും കൊള്ളൂല. പോപ്പട്ട അങ്കിൾ ഒത്തിരി ചിരിക്കണ്ട. ചിലപ്പോ ഞങ്ങള് നിങ്ങളെ പേടിപ്പിച്ച നിങ്ങള് ജീവനോടെ ഉണ്ടാവില്ല. അതെ. ചേച്ചാ അത് തന്നെയാ ഞാനും പറയുന്നേ. ഞാൻ നിങ്ങളെ പോലെ പേടിത്തൊണ്ടനൊന്നുമല്ല കുട്ടികളെ. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു. ആ സോനുവിന്റെ മുഖം ഒന്ന് നോക്കിയേ. പേടിച്ച് വരണ്ടതിക്കാ. ടപ്പുസേനയുടെ അടുത്ത ടാർഗറ്റ് നമ്മുടെ പോപ്പട്ടങ്കിളാണ്. നമ്മുടെ ലക്ഷ്യം ഇനി ഒന്ന് മാത്രം, പോപ്പട്ടങ്ങളിലെ പുകച്ച് പുറത്ത് ചാടിക്കുക. ശക്തിയും ധൈര്യവുമുള്ള പോപ്പട്ട്ലാലിന്റെ ഇന്നത്തെ കളി ഇത് അവസാനിച്ചിരിക്കുന്നു. അയ്യോ ഇതെന്താണ് ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് ലേറ്റായി പോയെന്നാ തോന്നുന്നേ. ചേടാ ഈ സമയത്ത് ലൈറ്റിന് എന്താ പറ്റിയത്? എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കാം. ടപ്പുസേന, നമ്മുടെ മിഷൻ തുടങ്ങുകയാണ്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്നു. ഇനി അങ്ങ് വീടെത്തുന്നത് വരെ യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. പാമ്പ് ചീറ്റുന്നത് പോലെ ആരെ പിശി പിശിന്ന് ശബ്ദം ഉണ്ടാക്കുന്നേ. ഇവിടെ എന്തോ പന്ത് കേടുണ്ടല്ലോ. എന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പാ. ശബ്ദം അടുത്തടുത്ത് വരുന്നു. പക്ഷെ ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്തൊരു കൂത്താ ഇവിടെ നടക്കുന്നത്? ഇനി ഞാൻ നടക്കുന്ന ശബ്ദമാണോ അതോ ആരെങ്കിലും കൂടെ നടക്കുന്നുണ്ടോ? ഒരു പക്ഷേ ആ ഡാൻസ് ഭൂതം ശരിക്കും ഇവിടെ എങ്ങനെ എത്തിയോ എന്നെ പേടിപ്പിക്കാൻ? ധൈര്യം സംഭരിച്ചുകൊണ്ട് പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കാം. ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? യെസ് ടപ്പുസേന. എന്താ പോപ്പട്ടങ്ങളെ, പേടിച്ചു പോയല്ലേ? അത് ശരി, ടപ്പുസേനയായിരുന്നോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചുമ്മാ നടന്നു വരുന്ന വഴി ആ പഴത്തിന്റെ തോലെ ചവിട്ടി തെന്നി വീണതാ. ഞാനാണോ പേടിക്കുന്നത്? പൊപ്പട്ടങ്ങളെ പേടിപ്പിക്കണമെന്ന് നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടണം. ചെല്ലേ എല്ലാരും വീട്ടിൽ പോയിക്കോ. പഴത്തൊലിയാണ് ഇന്ന് നിങ്ങളെ രക്ഷിച്ചത്. ഈ രക്ഷപ്പെടൽ ഇനി എന്തായാലും ഒത്തിരി നേരം ഉണ്ടാവില്ല. ഉഫ്. കുട്ടികൾ എന്നെ ശരിക്കും അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞു. മിണ്ടാതെ എന്റെ പുറകിൽ വന്നോളേ. സോനു സ്റ്റാർട്ട്. നിന്റെ കൊട ഞാൻ ചവിട്ടി പൊളിച്ച് തുണ്ടം തുണ്ടമാക്കി കളയും. കൊടക്കാരാ ആരായി കുടച്ചേട്ടനോട് പക വീട്ടാൻ ഇറങ്ങിയിരിക്കുന്നത്?
ചിലപ്പോ ഞാൻ ഉറങ്ങിയപ്പോ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും അല്ലേ? എന്റെ അമ്മ! ആരാന്നാ ചോദിച്ചേ? ഇപ്പൊ എന്താ സ്വപ്നം കണ്ടാ പോലും അതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന പോലെ തോന്നുന്നു. ഈ ലൈറ്റ് എന്തിനാ ഇങ്ങനെ മിന്നി മിന്നി കത്തുന്ന? ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കുടിക്കട്ടെ. പോപ്പട്ടങ്ങൾ പേടിച്ചു പോയി. പേടിച്ചേ. പോപ്പട്ടങ്ങൾ പേടിച്ചേ, പോപ്പട്ടങ്ങൾ പേടിച്ചേ. ഇത് പേടിച്ചതല്ല, ഉറങ്ങിയതാ. അതെങ്ങനെ? നമ്മുടെ ഫുൾ പ്രൂഫ് പ്ലാൻ ആയിരുന്നില്ലേ? എന്ത് സംഭവിച്ചാലും പോപ്പട്ടങ്ങൾ പേടിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അവസാനായിട്ട് ഒരു പൊടിക്കൈ പ്രയോഗിക്കാം. അതിലങ്ങൾ പെടുന്ന ഉറപ്പാണ്. നമുക്ക് നാളെ ഇയാളെ പേടിപ്പിക്കാം. ഇയാൾ കൂർക്കം വലിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നു. ഇന്നിനി വിശ്രമിച്ചോളൂ. നാളെ നമുക്ക് വീണ്ടും പോപ്പട്ടങ്ങളെ പേടിപ്പിക്കാം. ഇവന്മാരണി എന്നെ പേടിപ്പിക്കാന്ന് പറഞ്ഞ് എന്തൊക്കെയാ ചെയ്തു കൂട്ടാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഈ പിള്ളേരത്ര മോശക്കാരല്ല, എന്നെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. അല്ല, ഈ വന്ന ഭൂതം ഒറിജിനലായിരുന്നു അതോ ഡമ്മി ആയിരുന്നു? ആരെപ്പോ എവിടുന്ന് വരുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ചേട്ടാ, ഇതാരാ? ആരാത്? ആരാത്? എനിക്കിനി ആരെയും കാണണ്ട. ആരാടാത്? ആരാത്? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം. എപ്പോ എവിടെ നിന്ന് ആര് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് വിട്ടുപോയിക്കോ പെട്ട. ഗോഗി കൊറേ നേരമായി സിഗ്നൽ തരുന്നു. ഓ ആ ശരി ശരി. എടാ ഗോഗി, ഇങ്ങോട്ട് നോക്ക, ഞാൻ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ പെട്ടെന്ന് ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആയത്? ഡബിൾ ഭൂതം അറ്റാക്ക് ലോഞ്ച്. ഈ ഗോലിന്റെ ഒരു കാര്യം. ഇവിടെ ആരുമില്ലല്ലോ. ഗെറ്റ് അപ്പ് ചേഞ്ച്. ഗെറ്റ് അപ്പ് ചേഞ്ച്. യെസ്, മിഷൻ ഈസ് ഓൺ. ഇവരെ രണ്ടുപേരും കണ്ടിട്ട് സെക്കൻഡ് ഹാൻഡ് ഫിലിമിലെ 3rd ഗ്രേഡ് ഭൂതത്തെ പോലെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും പൊപ്പട്ടങ്ങൾ അവരെ കണ്ട് പേടിക്കുമല്ലോ, അല്ലേ ടപ്പു? ഇത് ഫുൾ പ്രൂഫ് പ്ലാൻ ആണ് സോനു, ഒരിക്കലും പരാജയപ്പെടില്ല.
ഇപ്പൊ കുട്ടികൾ മാത്രമല്ല ഇപ്പോഴത്തെ കാക്കകളും രാത്രി ഉറങ്ങാറില്ലെന്ന് തോന്നുന്നു. ഇതേതാ ഡാൻസ് ഭൂതമാണോ? എന്തായാലും അവരൊക്കെ പോയെന്ന് തോന്നുന്നു. ഞാനും സ്ഥലം വിടട്ടെ. പോപ്പട്ടങ്ങൾ ലോകം തകിടം മറിക്കുന്നത് കണ്ടോ? ഗോലി ഇതിലെ പോയിക്കോ, നേരെ പോപ്പട്ടങ്ങളുടെ അടുത്തേക്ക്. ഇതാണ് ഫൈനൽ പാർട്ട്. എണ്ണത്തും ദൂരത്തും ആരെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി കാണും? ആരെയും കാണുന്നില്ലല്ലോ. ഇതെന്താ? ആരാ വന്ന് എന്നെ ഇടിച്ചിട്ട് പോയത്? ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക് പോതുമേ. എന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? ഈശ്വര, ഇതെന്താ പറ്റിയത്? ഇതെന്താ ഇന്നത്തെ ദിവസം ആകെ കുഴപ്പങ്ങളാണല്ലോ. ഭൂതം രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇതേത് ഭൂതമാ? ഇതെന്റെ മുഖമാണല്ലോ. എന്തിനായി ഭൂതം എന്റെ പുറകിന്ന് മാറാതെ നടക്കുന്നത്? കണ്ട് പേടിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങളെ ഒത്തിരി ഒത്തിരി പേടിപ്പിക്കും. വാ ആര് പറഞ്ഞു നിങ്ങൾ എനിക്ക് പേടിയില്ലെന്ന്? ഞാൻ നിങ്ങളെ കണ്ട് ആകെ പേടിച്ച് വിറച്ചിരിക്കുക. എനിക്കിപ്പോ കാണുന്നതെല്ലാം പേടിയായിരിക്കുക. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എങ്ങോട്ട് തിരിഞ്ഞാലും ഭൂതങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ദേവി തന്നെ വിട്ടേക്ക്. ഞാനൊരു പാവക്രൂരനാ. എന്നെ വിട്ടേക്ക്. കഴിഞ്ഞ 2 ദിവസമായിട്ട് പേടിച്ച് പറിച്ച് എനിക്ക് ഉറക്കം പോലും ഇല്ല. ഭക്ഷണം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല. എന്തു പറ്റി പോപ്പട്ടങ്ങളെ? ശരിക്കും ഞെട്ടിപ്പോയല്ലേ? അപ്പൊ പോപ്പട്ടങ്ങളിലെ കുറച്ച് പേടിയുണ്ടല്ലേ? കുറച്ചോ? ഒത്തിരി പേടിച്ചു പോയേ. ഇപ്പൊ എന്നാ കണ്ടാലും പേടിയാ. ഇപ്പൊ മനസ്സിലായോ ടപ്പുവിന്റെ പ്ലാൻ? അയ്യോ, രക്ഷിക്കണേ ഭൂതം. ഓയ് ദേ പോപ്പട്ടങ്ങൾ പേടിച്ചരച്ച് താഴെ വീണു. ഉൾട്ട ചഷ്മ.